രാഹുൽ ഗാന്ധിക്ക് നേരെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പാഞ്ഞെടുക്കുകയാണ് ബി.ജെ.പി. ശിവസേനയടക്കമുള്ള പാർട്ടികൾ. എന്നാൽ ശിവസേനയുടെ ഈ സംസാരം അല്പം കടന്നുപോയി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാവ് പിഴുതെടുക്കുന്നവർക്ക് 11 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ ശിവസേന എം.എൽ.എ. സഞ്ജയ് ഗേക്വാദിക്ക് 8ന്റെ പണി തന്നെ കിട്ടും. വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർന്നതിന് പിന്നാലെ ബുൽദാന പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന് നേരെ. അമേരിക്കയിൽ വെച്ച് ഇന്ത്യയിലെ സംവരണ സമ്പ്രദായം അവസാനിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇത് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടി. രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് 11 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നാണ് ഗേക്വാദ് പറഞ്ഞത്. ഗേക്വാദിന്റെ പരാമർശത്തിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നിലപാട് വ്യക്തമാക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ രംഗത്തു വന്നിരുന്നു. ശിവസേനയുടെ എം.എൽ.എയുടെ വിവാദ പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്നാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ ബവൻകുലെ പറഞ്ഞത്. സംവരണം പുരോഗതിയെ ബാധിക്കുമെന്ന് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് മറക്കാനാവില്ലെന്നും ഭവൻകുലെ പറയുന്നുണ്ട്. സംവരണം നൽകുക എന്നാൽ വിഡ്ഢികളെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്നും ഭവൻകുലെ ആരോപിച്ചു. SC, ST, OBC വിഭാഗങ്ങളിലുള്ളവരിലേക്ക് നെഹ്റു, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ അഭിപ്രായങ്ങൾ എത്തിക്കുമെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ഘടക കക്ഷിയാണ് ബി.ജെ.പി. സഞ്ജയ് ഗേക്വാദ് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹനല്ലെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് വക്താവ് അതുൽ ലോന്തയും പറഞ്ഞിരുന്നു. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഗേക്വാദിനെതിരെ നരഹത്യ കുറ്റം ചുമത്തുമോ എന്ന് അറിയണം. ഇവരെല്ലാം സംസ്ഥാനത്തെ രാഷ്ട്രീയം നശിപ്പിച്ചുവെന്ന് കോൺഗ്രസ് MLC ഭായ് ജഗ്താബ് തുറന്നടിച്ചു. അമേരിക്കയിൽ ജോർജ് ടൗൺ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോൾ സംവരണത്തെക്കുറിച്ച് രാഹുൽ നടത്തിയ പരാമർശമാണ് വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ നീതിയുക്തമായ സ്ഥലമാകുമ്പോൾ സംവരണം ഒഴിവാക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുമെന്നും എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ലെന്നുമാണ് രാഹുൽ പറഞ്ഞത്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയെ ഭീകരവാദിയെന്ന് വിളിച്ചധിക്ഷേപിച്ച് കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനത്തിലെ പരാമർശങ്ങളിൽ പ്രതികരിക്കവെയാണ് അദ്ദേഹം രാഹുലിനെതിരെ രൂക്ഷ ഭാഷയിൽ സംസാരിച്ചത്. രാഹുൽ ഗാന്ധി രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിയാണെന്നും അദ്ദേഹം ഇന്ത്യക്കാരനല്ലെന്നുമായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഏറെ സമയവും ചിലവഴിക്കുന്നത് രാജ്യത്തിന് പുറത്താണ്. അദ്ദേഹത്തിന് രാജ്യത്തെ സ്നേഹിക്കാൻ സാധിക്കില്ല. വിദേശങ്ങളിൽ പോയി ഇന്ത്യയെ പറ്റി തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഘടനവാദികളും തോക്ക്, ഷെൽ, ബോംബ് നിർമ്മിക്കുന്നവരും രാഹുൽ പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്നു. വിമാനങ്ങൾ, ട്രെയിനുകൾ, റോഡുകൾ എന്നിവ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ ശത്രുക്കളടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുന്നു. രാജ്യത്തെ നമ്പർ 1 ഭീകരവാദിക്കുള്ള, രാജ്യത്തെ ശത്രുവിനുള്ള അവാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് കിട്ടുമായിരുന്നുവെന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. പഞ്ചാബിൽ നിന്നുള്ള ബി.ജെ.പി. MP-യാണ് രവ്നീത് സിംഗ് ബിട്ടു. പഞ്ചാബിലെ കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ബി.ജെ.പിയിൽ ചേരുന്നത്. തുടർന്ന് 3ാം മോദി മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയായും ഭക്ഷ്യ സംസ്കരണ വ്യവസായ സഹമന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. സിഖ് സമുദായക്കാർക്ക് തലപ്പാവും വളയും ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും അനുവാദമില്ലാത്ത സാഹചര്യമാണ് ഇന്ത്യയിൽ സംജാതമാകുന്നതെന്നാണ് രാഹുൽ പറഞ്ഞത്. ഇതിനുവേണ്ടിയാണ് പോരാട്ടമെന്നും ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞിരുന്നു. ഇതിനെതിരെ വൻ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഇതുപോലെ ദിനംപ്രതി രാഹുലിനെതിരെ വിമർശന പെരുമഴയാണ് വരുന്നത്. എന്നാൽ ഒന്നിനും കാതുകൊടുക്കാതെ തിരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധയിലാണ് രാഹുൽ ഗാന്ധി.